പരാതി പൂർണ്ണമായിട്ടും തള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുഴക്കി SITയുടെ നിർണായകമായ തെളിവുകൾ. രാഹുലിന് അയച്ച മെഡിക്കൽ രേഖകൾ അന്വേഷണ സംഘം കാണിച്ചു. DNA പരിശോധനയ്ക്ക് യുവതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന്റെ തെളിവും കാണിച്ചു. സെറ്റിൽമെന്റിന് ശ്രമിച്ചതിന്റെ തെളിവ് യുവതി നൽകിയതും കാണിച്ചു. റൂം ലൊക്കേഷൻ രാഹുൽ അയച്ചതും ഹാജരാക്കി. രാഹുലിനെ കുരുക്കി കൂടുതൽ തെളിവുകൾ SIT രാഹുലിന് മുന്നിൽ വെച്ചിരിക്കുന്നു. രാഹുലിന് 2 ഫോൺ പിടിച്ചെടുത്തു. അപ്പോഴും രാഹുൽ നിൽക്കുന്ന നിലപാട് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്ന് മാത്രമാണ്. റഹീസ് റഷീദ്, ഇനി ആ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്നത് 3ാമത്തെ കേസിലും രാഹുൽ ആവർത്തിക്കുമ്പോൾ അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ തെളിവുകൾ SIT രാഹുലിന് മുന്നിൽ വെക്കുമ്പോൾ രാഹുലിന് തലകുനിച്ചിരിക്കാനല്ലേ കഴിയുന്നുള്ളൂ? റഹീസ്. അരുൺകുമാർ, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമെന്ന മുൻവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിക്കുമ്പോൾ കഴിഞ്ഞ കേസുകളിൽ സംഭവിച്ചതുപോലെ അല്ല അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. അവർ ഓരോ രേഖകളും കൈവശം വെച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ നിഷേധാത്മകമായ ഒരു സമീപനമാണ് അന്വേഷണ സംഘത്തോട് രാഹുൽ എടുത്തത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം എന്ന് പറഞ്ഞപ്പോൾ തന്നിൽ നിന്ന് യുവതി ക്യാരിയിങ് ആയിട്ടില്ല എന്ന അവകാശവാദവും രാഹുൽ ഉന്നയിച്ചു. ആ സമയത്താണ് ആ യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തെ അന്വേഷണ സംഘം കാണിക്കുന്നത്. അതായത് ഒന്ന്, മെഡിക്കൽ രേഖകളാണ്, ക്യാരിയിങ് ആണ് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി അയച്ചു കൊടുത്തതാണ്. ആശുപത്രി ഡോക്യുമെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. അതൊരു തെളിവായി കാണിച്ചപ്പോൾ പ്രത്യേകിച്ച് മറുപടിയൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, കുഞ്ഞ് തൻ്റേതല്ല എന്ന വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയപ്പോൾ ഒരു ലാബിനെ സമീപിച്ച് DNA നടക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഈ പരാതിക്കാരി പോയിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിൻ്റെ തെളിവ് അന്വേഷണ സംഘത്തിന്, അതായത് ആ ലാബിൽ പോയി പ്രോസസ്സ് ചെയ്തതിൻ്റെ തെളിവ് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ആ രേഖകളും രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി വാട്സപ്പിൽ അയച്ചു കൊടുത്തിരുന്നു. ആ ചാറ്റും അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തെ കാണിച്ചു. മറ്റൊന്ന്, സെറ്റിൽമെന്റ് നടത്താൻ ഈ അടുത്തിടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി. അതായത് ആദ്യ പരാതിക്കാരിയും 2ാമത്തെ പരാതിക്കാരിയും മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിൽ ഈ പെൺകുട്ടിയും അല്ലെങ്കിൽ ഈ യുവതിയും വീണ്ടും പരാതിയുമായി രംഗത്ത് വരാനുള്ളൊരു സാധ്യത രാഹുൽ മാങ്കൂട്ടം മുൻകൂട്ടി കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ സെറ്റിൽമെന്റിന് വേണ്ടി ഈ അടുത്ത ദിവസങ്ങളിൽ ഈ 2 മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടം സമീപിച്ചിരുന്നു. അതും അതിൻ്റെ രേഖകളും, അതായത് ആ യുവതിയുടെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചതിക്കിരയായതിനു ശേഷം, താൻ ചതിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഡിജിറ്റലായ എല്ലാ ഡോക്യുമെന്റുകളും തെളിവുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. 2 ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒന്ന് റൂമിൽ ഉണ്ടായിരുന്നു, അത് റൂമിൽ നിന്നും പിടിച്ചെടുത്തു. മറ്റു ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. അത് സൈബർ വിദഗ്ധർ അടക്കം പരിശോധിക്കുകയാണ്. ഫിംഗർ വിദഗ്ധരും സൈബർ വിദഗ്ധരും അല്പസമയം മുമ്പ് AR ക്യാമ്പിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ നടത്തുന്നു. മറ്റൊന്ന്, ലൈംഗിക പീഡനത്തിന് ഈ യുവതി ഇരയാകുന്ന സമയത്ത് ഹോട്ടൽ പറഞ്ഞ്, അതായത് ഇന്ന ഹോട്ടലിൽ എത്തണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. ആ ഹോട്ടലിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. അതിന്റെ ചാറ്റും രാഹുൽ മാങ്കൂട്ടത്തെ അന്വേഷണ സംഘം കാണിക്കുക ആയിരുന്നു. പക്ഷേ അതിനൊരു മറുപടി, നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പ്രതിരോധം തീർത്ത രാഹുൽ പ്രത്യേകിച്ച് മറുപടിയൊന്നും ഇപ്പോൾ പറയുന്നില്ല. അല്പസമയം മുമ്പ് G പൂങ്കഴി AR ക്യാമ്പിന്റെ ഒരു മുറിയിൽ നിന്ന്, രാഹുലിനെ ചോദ്യം ചെയ്യുന്ന മുറിയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. രാഹുൽ മറ്റൊരു മുറിയിലാണ് ഇപ്പോഴുള്ളത്. അരുൺകുമാർ, ഓക്കെ, ഇപ്പോഴും അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലെ റഹീസ് റഷീദ്? നേരെ കൊണ്ടുപോകുന്നത് ജനറൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അവിടെ നിന്നും വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2 കൊണ്ടുപോവുക. SIT കഴിഞ്ഞ 5 ദിവസങ്ങളിലായി എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമായിരുന്നു വഴിതടച്ചുള്ള ഈ നീക്കം നടത്തിയിരുന്നത്, അല്ലേ റഹീസ്? കാരണം ഏതെങ്കിലും തരത്തിൽ ഈ 3ാമതൊരു പരാതി വന്നു എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞാൽ വീണ്ടും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കും. 1ാമത്തതിൽ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല, 2ാമത്തതിൽ മാത്രമാണ് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത്. 3ാമത്തെ ഒരു പരാതി കൂടി വരുമ്പോൾ ക്രിമിനൽ ആന്റിസിഡൻസ് ഉണ്ട് എന്നുള്ളത് രാഹുലിന് കുരുക്കായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമാക്കി വെച്ച് തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പൂങ്കുഴലിയും സംഘവും രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതാദ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയമല്ലേ? കാര്യം ഇതുവരെയും ചോദ്യം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിപ്പിച്ചിട്ടില്ല. 1ാമത്തെ കേസിലോ 2ാമത്തെ കേസിലോ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്ത് വിളിച്ചിട്ടില്ല. 3ാമത്തെ കേസിൽ വിളിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത് നിഷേധിക്കാൻ പറ്റാത്ത വിധം തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഈ SITയുടെ നീക്കമെന്ന് പറയാൻ കഴിയുമോ?
അരുൺകുമാർ, അങ്ങനെ ഉറപ്പായിട്ടും പറയാം. കാരണം 2 കേസുകളിൽ രാഹുൽ മാങ്കൂട്ടം സമീപിച്ച സ്ട്രാറ്റജി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുവതി പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നും അവരുടെ വീഡിയോ കോൺഫറൻസ് വഴി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞാൽ കഴിഞ്ഞ 2 കേസുകളിൽ സംഭവിച്ചതുപോലെ മുങ്ങുകയും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അതിനുള്ള നീക്കങ്ങൾ നടത്തുകയുമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. കഴിഞ്ഞ 2 കേസിൽ സംഭവിച്ചതുപോലെ ഒരിക്കലും മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതിയിരുന്നില്ല. പക്ഷേ ഒന്നിൽ ലഭിച്ചു, മറ്റൊന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ്, അല്ലെങ്കിൽ അതിനുശേഷമാണ് FIR പോലും രജിസ്റ്റർ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ വളരെ പൂങ്കുഴലി അടക്കമുള്ള ഏറ്റവും മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുള്ള ഒരു നീക്കം. അപ്പോഴും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിൽ നിന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകാം. അതെന്തൊക്കെയാണ്? സ്വാഭാവികമായി കഴിഞ്ഞ കേസുകളിൽ പറഞ്ഞതുപോലെ ഈ യുവതിയുമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടാകാം. അത് വെച്ചിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന മുൻവാദങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം കണ്ടു. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ മൊഴിയെടുത്തതിന് പിന്നാലെ പരാതിക്കാരിയിൽ നിന്ന് ശേഖരിക്കാൻ പറ്റുന്നത്ര മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം കൈവശപ്പെടുത്തി. അങ്ങനെ തെളിവുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് മൊഴിയുണ്ട്, രേഖകളുണ്ട്, മറ്റ് ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇത് 3ഉം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്നത് സ്ഥാപിക്കാൻ ചാറ്റുകളും മറ്റും അവിടെ ഹാജരാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ കൂടി കൗണ്ടർ ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങിയത്. ഇതുവരെ ഇത്ര സമയമായിട്ട് പുലർച്ചെ 4:15 ഈ AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന SITയിലെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് പൂങ്കുഴി IPSന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഒരു വേളയിൽ കോടതിയിൽ കേസ് നിൽക്കില്ല എന്ന ആത്മവിശ്വാസവും അന്വേഷണ സംഘത്തോട് രാഹുൽ മാങ്കൂട്ടം പ്രകടിപ്പിച്ചതായാണ് മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും അന്വേഷണ സംഘത്തോട് അവരുടെ ചോദ്യം ചെയ്യലിനോട് അനുകൂലമായ അതിനൊരു മറുപടി കൊടുക്കുന്ന സമീപനം പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് അന്വേഷണ സംഘം അവരുടെ ഒരു പൂഴിക്കടകൻ എന്ന് പറയാവുന്ന അതുവരെ അവർ ശേഖരിച്ചു വച്ചിരുന്ന ഡിജിറ്റൽ തെളിവുകൾ ലാപ്ടോപ്പിൽ പ്ലേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും മറ്റ് ഡിജിറ്റൽ രേഖകളും കാണിച്ചപ്പോൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഉത്തരമില്ലാതെ ഇതിനകത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വേണം പറയാൻ. ഒരു അഭിഭാഷകൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.